നമസ്കാരം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നടത്തിയത് ഒരു പ്രഹസനമാണ്. സെക്രട്ടേറിയറ്റിലെ ഒരു ഉന്നതന്റെ തലയിൽ വിരിഞ്ഞ ഒരാശയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലുള്ള വീട്ടിലെത്തി വെളുപ്പിന് ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കടത്തിക്കൊണ്ടു പോരണം എന്നുള്ളത് സെക്രട്ടേറിയറ്റിലെ ഒരു ഉന്നതന്റെ തലയിൽ വിരിഞ്ഞ ആശയമായിരുന്നു. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മറനീക്കി തെരുവിലേക്ക് ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ ജനങ്ങൾ കണ്ടതാണ്. കോഴിക്കോട് സർവകലാശാലയിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർ പോലീസിന്റെ നടപടിക്രമങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സംരക്ഷണത്തിന്റെ ആവശ്യമില്ല, നിങ്ങളുടെ സുരക്ഷാ ചുമതലയില്ലാതെ തന്നെ ഞാൻ കേരളത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങുന്നു, കേരളീയർക്ക് എന്നെ അറിയാം, എനിക്കും കേരളീയരെ നന്നായി അറിയാം, ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ സുരക്ഷ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മീൻചന്തയിലേക്കും കോഴിക്കോടിന്റെ മധുരനഗരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മിഠായി തെരുവിലേക്കും ഗവർണർ ഇറങ്ങിയത്. അവിടെ ഗവർണർക്ക് കിട്ടിയ ജനങ്ങളുടെ സ്വീകാര്യത, അല്ലെങ്കിൽ ജനങ്ങൾ അവിടെ ഗവർണറെ വളരെ ഹർഷാരവത്തോടു കൂടി സ്വീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും LDFനെയും തെല്ലൊന്നുമല്ല വിരൽ പിടിപ്പിച്ചത്. ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം വീണ്ടും സംജാതമാകുന്നു എന്നുള്ള നില വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും ഇടതുപക്ഷ കക്ഷികളും ആകെ ഇളകി വശായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കിയിൽ തൊടുപുഴയിൽ സംഘടിപ്പിച്ച ചടങ്ങിലേക്ക് എത്തുവാനായി ഗവർണർ ഒരുങ്ങിയിരിക്കുന്നു. ഇതിനിടെ ഏത് വിധേനയും ഗവർണർ തൊടുപുഴയിൽ എത്താൻ പാടില്ല എന്നുള്ള സമരമുറകളുമായി LDFും ഇടുക്കിയിൽ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. സമ്പൂർണ്ണ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരം ഹർത്താൽ ഓലപ്പാമ്പുകൾ കൊണ്ടൊന്നും എന്നെ നിങ്ങൾ വിരട്ടാമെന്നോ വിലക്കാമെന്നോ വിചാരിക്കേണ്ട എന്ന് തുറന്നടിച്ചുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായാലും ഞാൻ ഇടുക്കിയിലെ തൊടുപുഴയിൽ എത്തിയിരിക്കും, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കും, ആ ചടങ്ങിൽ പങ്കുകൊള്ളും എന്ന് തന്നെയാണ് ഗവർണർ തുറന്നടിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുന്നു, അത് തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന കാര്യം. എന്നാൽ സമ്പൂർണ്ണ ഹർത്താലിനിടയിലും ഗവർണർക്ക് അതീവ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കേരള പോലീസ്. ഗവർണർ ഈ ഹർത്താലിനിടയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെ LDF ആഹ്വാനം ചെയ്ത ഈ ഹർത്താൽ വകവയ്ക്കാതെ ഗവർണർ തൊടുപുഴയിലേക്ക് എത്തുമ്പോൾ തൊടുപുഴ നിവാസികൾ എല്ലാവരും ഗവർണറിന് ഊഷ്മളമായ ഒരു സ്വീകരണം നൽകുകയാണെങ്കിൽ, ജനങ്ങളുമായി ഗവർണർ സംവദിക്കുകയാണെങ്കിൽ തീർത്തും LDFന്റെ ഈ ഹർത്താൽ അമ്പേ പരാജയമാണ് എന്ന് പൊതുജനങ്ങൾക്കിടയിൽ ഒരു വാർത്ത പ്രചരിക്കാൻ സാധ്യതയുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രതിച്ഛായയ്ക്ക് വളരെ ചെറുതൊന്നുമല്ല കളങ്കമേൽപ്പിക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അത്. അപ്പോൾ സംസ്ഥാനത്തെ പോലീസ് സംവിധാനങ്ങളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട്, സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളുടെ ഹർത്താലിനിടയിലും ജനങ്ങൾ എന്നെ സ്വീകരിച്ചു എന്നുള്ളൊരു നില വരുത്തി തീർക്കുവാൻ ഗവർണർക്കാകും. ഗവർണറുടെ ഈ നിലപാട് ഏത് വിധേനയും തടയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഗവർണർക്ക് ഒരു കാരണവശാലും ഈ ഒരു വിഷയത്തിൽ ഇനി മാധ്യമ ശ്രദ്ധ കിട്ടുവാൻ പാടില്ല. ഗവർണറുടെ ഇത്തരം പരിപാടികൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മാധ്യമങ്ങൾ ഒരു കാരണവശാലും തൊടുപുഴയിലേക്ക് എത്തുവാൻ പാടില്ല എന്നുള്ള ഗൂഢതന്ത്രത്തിന്റെ ഫലമായി തന്നെയാണ് ഇന്ന് വെളുപ്പിന് 5 മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അടൂരിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കേരള പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസും നടത്തിയ ഒരു മാർച്ചിൽ അവിടെയുണ്ടായ അക്രമ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പോലീസ് 3 കേസുകൾ എടുത്തിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കുക, പോലീസുകാരെ ഉപദ്രവിക്കുക, അന്യായമായി കൂട്ടം ചേരുക എന്നുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനും യൂത്ത് കോൺഗ്രസ്സുകാർക്കും എതിരെയും പോലീസ് കേസ് ചാർജ് ചെയ്തിരുന്നത്. ഈ കേസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിൽ MLAയും അടക്കം ഏതാണ്ട് 30ഓളം നേതാക്കളെയും പ്രതികളാക്കിയിട്ടുണ്ട്. 40ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് ഇതിന്റെ പേരിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പലരെയും വിട്ടയച്ചിട്ടുണ്ട്. പലരും ഇപ്പോൾ റിമാൻഡിൽ തന്നെയാണ്. സാഹചര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ അറസ്റ്റ് ചെയ്ത് പലരെയും പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുകയുണ്ടായി. ആ ഒരു വിഷയത്തിന്റെ പേരിൽ പിന്നെ എന്തിനാണ് 2 ആഴ്ച കഴിഞ്ഞിട്ട് പോലീസ് ഇത്രത്തോളം ഒരു നടപടി കൈക്കൊള്ളുന്നതിന്റെ പുറകിലുള്ള രഹസ്യം എന്താണ്?
ഇനി ഈ കേസിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു ആഴ്ചയായി തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു, സ്കൂൾ യുവജനോത്സവ വേദിയിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, കൊല്ലത്ത് മറ്റൊരു യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിലും സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് വിധേനയും ഇത്തരത്തിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നാടകീയമായ മുഹൂർത്തം സൃഷ്ടിച്ച് മാധ്യമങ്ങളെയെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു കൊണ്ടുപോകുക എന്നുള്ള ഗൂഢതന്ത്രം തന്നെയായിരുന്നു സെക്രട്ടേറിയറ്റിലെ പിണറായി വിജയന്റെ വലങ്കൈയായി പ്രവർത്തിക്കുന്ന ഈ ഉന്നതന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ ഒരു നടപടി കൈക്കൊണ്ടത്. എന്തായാലും പോലീസിന്റെ പോക്രിത്തരമായിരുന്നു ഈ പരിപാടി എന്നാണ് ഷാഫി പറമ്പിൽ MLA തിരിച്ചടിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെക്കുറിച്ച് തുറന്നടിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ അറസ്റ്റ് തീർത്തും നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോലെ ഇത്തരത്തിൽ ഒരു രംഗം സൃഷ്ടിച്ചത് പിണറായി വിജയനും പിണറായി വിജയനോട് അടുത്ത കേന്ദ്രങ്ങളും തന്നെയാണ്. ഇതിന് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ ഒത്താശയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് VD സതീശൻ തുറന്നടിച്ചത്. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയുമെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെ പ്രതിഷേധിച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ ഇത്തരം വിരട്ടലും വിളച്ചിലും കൊണ്ടൊന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെയോ തളർത്താമെന്ന് മുഖ്യമന്ത്രി വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഷാഫി പറമ്പിലുമെല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മറനീക്കി തെരുവിലേക്ക് എത്തുന്നത് ഒരു കാരണവശാലും മാധ്യമങ്ങൾ പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാതിരിക്കുവാൻ വേണ്ടി, അല്ല എന്നുണ്ടെങ്കിൽ തൊടുപുഴയിൽ ഗവർണർ എത്തുകയാണെങ്കിൽ ഗവർണർക്ക് എതിരെ LDF സർക്കാർ നടപ്പിലാക്കിയ അല്ലെങ്കിൽ ആഹ്വാനം ചെയ്ത ഹർത്താലും പ്രതിരോധങ്ങളും പൊളിഞ്ഞു വീഴുന്ന കാഴ്ച ജനങ്ങൾ കാണാതിരിക്കുവാൻ വേണ്ടി, മാധ്യമങ്ങൾ അത്തരം കാഴ്ചകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുവാൻ വേണ്ടി, ഗവർണർക്ക് കിട്ടുന്ന ഹൈപ്പ് ഒഴിവാക്കുവാൻ വേണ്ടി, അതായത് സംസ്ഥാന സർക്കാരിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും കിട്ടാത്ത അത്ര രീതിയിൽ ഒരു പ്രതിച്ഛായ ഇന്ന് തൊടുപുഴയിൽ ഗവർണർ എത്തുമ്പോൾ അദ്ദേഹത്തിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും പിണറായി വിജയനും നല്ല ധാരണയുണ്ട്. ഇത് ഏത് വിധേനയും ഒഴിവാക്കുവാൻ വേണ്ടി ഗവർണറുടെ പരിപാടി ഒരു കാരണവശാലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഗവർണർക്ക് മാധ്യമ ശ്രദ്ധ കിട്ടുവാൻ പാടില്ല എന്നുള്ള ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശിയും സെക്രട്ടേറിയറ്റിലെ പിണറായി വിജയന്റെ വലങ്കയ്യായ മറ്റൊരാളും കൂടി ചേർന്ന് ഇത്തരത്തിൽ ഒരു ഗൂഢതന്ത്രം മെനഞ്ഞത്, അതിന് പോലീസിന് വിട്ടയച്ചത് എന്നുള്ളത് തന്നെയാണ്. പത്തനംതിട്ട അടൂരിൽ രാഹുലിന്റെ വീട്ടിലേക്ക് എത്തുന്നത് വരെ പോലീസുകാർ തങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് അവർക്കറിയില്ലായിരുന്നു. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും അടൂരിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ ഇപ്പോഴൊന്നും തന്നെ ആ പുറപ്പെടുന്ന സമയത്തൊന്നും തന്നെ പോലീസുകാർ തങ്ങൾ എന്ത് ദൗത്യവുമായാണ് പോകുന്നത് എന്നുള്ള വിവരങ്ങൾ അറിയില്ല. അതീവ രഹസ്യമായി തന്നെയാണ് പോലീസിലെ ഒരു വിഭാഗം ഇത്തരം ഒരു അറസ്റ്റ് ഓപ്പറേറ്റ് ചെയ്തത്. ഭീകരവാദികളെ പിടിക്കുവാൻ പോലും ഒരു കാലത്തും കേരള പോലീസ് ഇത്രത്തോളം ഒരു നിശ്ചയദാർഢ്യം കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം. അതെന്ത് തന്നെയായാലും അടൂരിൽ എത്തിയതിനു ശേഷം തന്നെയാണ് കന്റോൺമെന്റ് പോലീസിന് മനസ്സിലായത് തങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് എന്നുള്ളത്. ഏതായാലും ഇത്തരത്തിൽ പിണറായി വിജയന്റെ ഗൂഢതന്ത്രങ്ങൾ കേരളത്തിൽ വിലപ്പോകില്ല എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തിരിച്ചടിച്ചിരിക്കുന്നത്. വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട, വിരട്ടലും വിളച്ചിലും കാണിച്ച് ഒരു കാരണവശാലും ഞങ്ങളെ തളർത്തി കളയാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും അസംബന്ധമാണ്, അദ്ദേഹത്തിന്റെ വ്യാമോഹം മാത്രമാണ്. ഇതിന് കൃത്യമായ രീതിയിൽ യൂത്ത് കോൺഗ്രസ് തിരിച്ചടിച്ചിരിക്കും, പിണറായി വിജയനെ ജനാധിപത്യപരമായ രീതിയിൽ പാഠം പഠിപ്പിച്ചിരിക്കും എന്ന് തന്നെയാണ് VD സതീശനും ഷാഫി പറമ്പിൽ MLAയും രമേശ് ചെന്നിത്തലയും എല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത്. ഭൂപതിവ് ചട്ടത്തിന്റെ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിന്റെ പ്രതിഷേധ സൂചകമായി തന്നെയാണ് ഇന്ന് LDFകാർ ഇടുക്കിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ഗവർണർക്ക് കിട്ടാവുന്ന മാധ്യമ ശ്രദ്ധ മാറ്റുവാൻ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും LDFകാരും തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വെളിച്ചത്തായിരിക്കുന്നു. ഇനി ആരാണ് ഇതിനു വേണ്ടി കരുക്കൾ നീക്കിയത് എന്നുള്ള ഒരു ചിത്രം മാത്രമേ തെളിയാനുള്ളൂ. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ വലം കൈയായി പ്രവർത്തിക്കുന്ന ആ ആൾ ആരാണ് എന്നറിയുവാൻ വേണ്ടിയാണ് ജനങ്ങളും കാത്തിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അത്തരം വിവരങ്ങളെല്ലാം കൃത്യമായി അറിയാൻ സാധിക്കും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് കിട്ടുന്നത്.